Hello, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് കളർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് കളർ പേപ്പർ വെച്ചിട്ട് ഞാനൊരു വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കളർ പേപ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓറഞ്ച് കളറും എടുത്തിട്ടുണ്ട്, വൈറ്റും ആണ് എടുത്തിട്ടുള്ളത്. A4 സൈസിലുള്ള പേപ്പേഴ്സാണ് കേട്ടോ. ഇനി അതിലെ ഓറഞ്ച് കളർ പേപ്പർ ഞാൻ പകുതിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ 2 സെൻറ്റിമീറ്റർ വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പേപ്പർ മുഴുവനായിട്ട് ഇതുപോലെ 2 സെൻറ്റിമീറ്റർ വീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനൊരു പീസ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പേപ്പറിനെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു ഷേപ്പിൽ മടക്കിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ 2 പീസ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കൂടുതൽ പീസ് തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ് പീസാണ്. അതൊന്ന് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പേപ്പർ പീസൊക്കെ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒരു ലെയർ ഞാനിവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തായിട്ട് ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആ 2 ലെയറും അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. 12 സെൻറ്റിമീറ്റർ സൈസിലുള്ള ഒരു സ്ക്വയർ പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ വേറൊരു പീസും കൂടെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ രണ്ടാമത്തെ ഫ്ലവറിനെ ഒരു പെറ്റൽ ഒരു കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 5 പെറ്റലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ 10 സെൻറ്റിമീറ്റർ സൈസിലുള്ള 2 ഫ്ലവറും 5 സെൻറ്റിമീറ്ററിലുള്ള ഒരു ഫ്ലവറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം.
നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലവർ പെറ്റൽ വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർക്ക് വേണ്ടിയിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ജൂട്ട് ത്രെഡോ അല്ലെങ്കിൽ കോട്ടൺ ത്രെഡോ എന്തെങ്കിലും വെച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓറഞ്ച് കളർ പേപ്പറിന് പകരം വേറെ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി പേപ്പർ ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്